ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പെന്തക്കുസ്ത ദിനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 6-ാം ദിനമാണ്. ഇന്ന് ജൂൺ 3 ചൊവ്വാഴ്ച. 6-ാം ദിനം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ പണ്ടേയുള്ള കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന പ്രാർത്ഥനകളാണ്. അത് ഈ പുസ്തകത്തിൽ പറയും പ്രകാരം 10 ദിവസം ഒരുങ്ങി പിന്നീട് കാത്തിരിക്കുക എന്നാണ് അവർ പറയുന്നത്. വ്യാഴാഴ്ച തുടങ്ങി ശനിയാഴ്ച അവസാനിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകം ഇവിടെ ഇനിയിപ്പോൾ വാങ്ങാൻ കിട്ടില്ല. അത് അന്ന് കരിസ്മാറ്റിക്കിൻ്റെ ഇതിൽ അച്ചടിച്ചിറക്കിയിട്ടുള്ളതാണ്. അല്ലാതെ അതങ്ങനെ കിട്ടില്ല. ഈ പുസ്തകം ഒരു ചെറിയൊരു പുസ്തകമാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് 6-ാം ദിനത്തിൻ്റെ നമ്മൾ ഒരുക്കം ചൊല്ലുമ്പോൾ, ഈ നൊവേന ചൊല്ലുമ്പോൾ, ഞാൻ ഇന്ന് ഒരു വലിയ അനുഭവം, പരിശുദ്ധാത്മാവ് വന്നാൽ എന്തായിരിക്കും, ഇനി പരിശുദ്ധാത്മാവ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമോ, വന്നാൽ എന്താ സംഭവിക്കുക, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ ഇന്ന് 6-ാം ദിവസത്തിൽ അതുപോലെ തന്നെ പ്രാരംഭഗാനവും അതുപോലെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ഓർത്തുള്ള ധ്യാനവും കഴിഞ്ഞ് മനസ്താപ പ്രാർത്ഥനയും എളിമയുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയും ആദ്യത്തെ ദിവസത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചൊല്ലണം. ഞാനത് എല്ലാ ദിവസവും ചൊല്ലാത്തത് അങ്ങനെ ചൊല്ലിത്തരാനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വീഡിയോയിലുണ്ടല്ലോ പ്രാർത്ഥനകൾ. പിന്നീട് നമ്മൾ വചന ശുശ്രൂഷയാണ്. ഇന്ന് ഏശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 2 വരെയാണ് വായിക്കുക. സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയാണ് വായിക്കുക. ഇന്ന് നമ്മൾ ഓർക്കുക, നമ്മൾ ധ്യാനിക്കുക. കർത്താവ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവിനെ എല്ലാ ജനപദങ്ങളിലും അവിടുന്ന് വർഷിക്കും. ജോയൽ 2 അങ്ങനെയാണ് പറയുന്നത്. എല്ലാവരിലും പരിശുദ്ധാത്മാവിനെ വർഷിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആലോചിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ. അപ്പോൾ ഇന്ന് ഈ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളൊക്കെ ധ്യാനിച്ചു കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുപാടി സമാപന പ്രാർത്ഥന പാടി വീണ്ടും സമാപന ഗാനം ചൊല്ലിയിട്ടാണ് ഈ നൊവേന അവസാനിപ്പിക്കേണ്ടത്. മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാലാണ് ദൈവകൽപ്പനകൾ പാലിക്കാനായിട്ട് പ്രാപ്തരാവുക. കർത്താവ് പറഞ്ഞില്ലേ, ഞാനിവിടുന്ന് പോയില്ലെങ്കിൽ സഹായകനെ അയക്കാൻ പറ്റില്ല. സഹായകൻ വന്നാൽ നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാലേ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി 3 വിധത്തിലാണ്: വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി 3 വിധത്തിൽ മനുഷ്യനിലേക്ക് വരിക. വരങ്ങളായിട്ടും ദാനങ്ങളായിട്ടും ഫലങ്ങളായിട്ടും വരും. അടിസ്ഥാനമായിട്ടുള്ള വരങ്ങളാണ് പൗരോഹിത്യം, കുടുംബം, ഏകസ്തം. ഈ 3 വരങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവില്ല. ഒന്നുകില്ലെങ്കിൽ കുടുംബം, അല്ലെങ്കിൽ പൗരോഹിത്യം, അല്ലെങ്കിൽ ഏകസ്തം. വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി 3 വിധത്തിൽ പ്രവർത്തിക്കുന്നത്. വരങ്ങളും ദാനങ്ങളും നല്ലതാണ്. അത് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് അത് ഉപകരിക്കും. പക്ഷെ ഫലങ്ങളാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഫലങ്ങളാണ് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് യോഗ്യതയുള്ളത്. വരങ്ങളും ദാനങ്ങളും കിട്ടിയിട്ട് പ്രയോജനമുണ്ട്. മറ്റുള്ളവർക്ക് രോഗശാന്തി വരം, ആ വരം കൊടുത്ത ആൾ കൈവയ്ക്കുമ്പോൾ രോഗശാന്തി ലഭിക്കും. അങ്ങനെ കൈവച്ച് രോഗശാന്തി കൊടുത്തത് കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടില്ല. കാരണം അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ കൊണ്ട് നിറയണം. അതുമാത്രമേ നമുക്ക് സ്വർഗം കിട്ടാൻ യോഗ്യതപ്പെടുത്തുള്ളൂ.
ഗലാത്യയുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 22 എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നുണ്ട്. സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. സ്നേഹമാണ് സർവോത്കൃഷ്ടം. വേറെ എന്ത് വരങ്ങളുണ്ടെങ്കിലും മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും നീ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാലും രോഗശാന്തി നൽകിയാലും നിന്നിൽ സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല എന്നാണ് വചനം പറയുന്നത്. 1 പറയുന്നുണ്ട്. അത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ സ്നേഹമുണ്ട്, ആനന്ദം. പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ ഈശോയിലുള്ള ആനന്ദം, സമാധാനം. ഏത് പ്രതിസന്ധികളിലും എത്ര വലിയ രോഗാവസ്ഥയിലും ഒരു സമാധാനം നിറഞ്ഞു നിൽക്കും. അതൊരു വലിയ ദാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ. ചിരിക്കാൻ സാധിക്കും. പിന്നെ ഒരു ദാനമാണ് ക്ഷമ, പ്രിയ സഹോദരങ്ങളെ. പിന്നെ ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനമൊക്കെയുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു അനുഭവം പങ്കുവെക്കുമെന്ന് പറഞ്ഞത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ക്ഷമയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതിന് വേറെ വലിയ പഠനങ്ങളൊന്നും വേണ്ട, അതിന് ധ്യാനങ്ങളും കൂടണ്ട. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മെ സ്നേഹിക്കാത്തവരെയും നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മെ സ്നേഹിക്കാത്തവരെയും നമ്മെ ദ്രോഹിക്കുന്നവരെയും അവരോടും ക്ഷമിക്കാനാണ് ബുദ്ധിമുട്ട്. 1 പത്രോസ് 2:20-21 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനി എന്തിനായിട്ടാണ് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്? നിന്നെ സ്നേഹിച്ചവരിൽ നിന്ന് നിനക്ക് തിന്മ ലഭിക്കുമ്പോൾ മിണ്ടാതെ നിന്ന് സഹിച്ചോളണം. അതാണ് ക്രിസ്ത്യാനി. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞു വെക്കുക. നമുക്കൊന്നും അത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു പരിധി വരെയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് ക്ഷമിക്കാം, പൊറുക്കാം എന്നൊക്കെ. നമ്മൾ എത്ര സ്നേഹിച്ചിട്ട് നമ്മൾ ദ്രോഹിക്കുക മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് ക്ഷമിക്കാനായിട്ട്. ഒരു 20 വർഷം മുമ്പ് ഞാൻ ഗലീലി ധ്യാന കേന്ദ്രത്തിൽ 25 വർഷത്തോളം ഫാദർ സെബാസ്റ്റ്യൻ അവറാനച്ചൻ്റെ കീഴിൽ ധ്യാനങ്ങൾക്ക് ക്ലാസ് കൊടുക്കുന്ന ഒരാളായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് രൂപതയുടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഞാൻ ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. സ്ഥിരമായിട്ട് കൊടുത്ത സ്ഥലമാണ് ഗലീലി ധ്യാന കേന്ദ്രം. അങ്ങനെ ഗലീലി ധ്യാന കേന്ദ്രത്തിൽ എനിക്ക് ആദ്യമേ അച്ഛൻ തന്നിട്ടുള്ളൊരു ടോക്ക് 25 വർഷത്തോളം ഞാൻ പറഞ്ഞ കാര്യം മെയിനായിട്ട് ക്ഷമയാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ശുദ്ധീകരാത്മാക്കളും പരിശുദ്ധ കുർബാനയും എൻ്റെ വിഷയങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അന്ന് നടന്ന ഒരു വലിയ സംഭവമാണ് ഞാൻ ഇന്ന് ആത്മാവിൻ്റെ കാര്യങ്ങൾ ഓർത്തപ്പോൾ എനിക്ക് കർത്താവ് കാണിച്ചു തന്നതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ക്ഷമ. നമുക്ക് നമ്മെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒരു പ്രശ്നവുമില്ല. പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. കുർബാനയ്ക്ക് യോഗ്യതയുള്ളതാകും, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും യോഗ്യതയുള്ളതാകും. ക്ഷമിക്കാൻ കഴിഞ്ഞാൽ മതി. അതാണല്ലോ എനിക്കും നിങ്ങൾക്കും പറ്റാത്തത്. പെട്ടെന്ന് അങ്ങോട്ട് വേണ്ടാത്തതൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കും, തെറ്റുകൾ പറയുമ്പോൾ പ്രതികരിക്കും, കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കും, നമുക്ക് ദേഷ്യം വരും. പക്ഷേ ക്ഷമിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ അത്ഭുതങ്ങൾ നടക്കും. അങ്ങനെയൊരു അത്ഭുതമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഞാൻ അന്ന് ഒരു 20 വർഷം മുൻപ് എൻ്റെ ആങ്ങളയുടെ വീട്ടിലേക്ക് ഞാൻ അന്ന് പോയതാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കാം ഒരുമിച്ച്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ജപമാല ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അതിൽ ഒരു സഹോദരി മാത്രം ജപമാലയിൽ ഒരു ശ്രദ്ധയില്ലാതെ ഒരു എതിർ മനോഭാവത്തോടു കൂടെ ഇങ്ങനെ അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നോട്ട് ചെയ്തു. 3 ദൈവരഹസ്യം കഴിഞ്ഞിട്ടും ഇവർ പ്രാർത്ഥിക്കുന്നില്ല. എന്തായാലും ജപമാല കഴിയുന്നത് വരെ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്തോ വിശ്വാസക്കുറവുണ്ട്. അങ്ങനെ ജപമാല കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് കഴിയുന്നതിനേക്കാൾ മുൻപ് എൻ്റെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. അവിടെ ഇരിക്കുന്ന ആ മകളോട്
വീട്ടിലിരിക്കുന്ന കാലിന് സുഖമില്ലാത്ത ആളെ ഞാൻ സുഖപ്പെടുത്താൻ ഇവിടെ നിന്നും പോവുകയാണ് എന്ന് പറയാൻ പറഞ്ഞു. അതായത് ജപമാലയിൽ ശ്രദ്ധയില്ലാതെ നിൽക്കുന്ന സഹോദരിയോട് ഈശോ പറഞ്ഞു. ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ച്, കർത്താവ് ഇതെന്താ ഈ സഹോദരി ഇങ്ങനെ നിൽക്കണത്? അമ്മയുടെ ജപമാല ചെല്ലുമ്പോൾ എന്താ ജപമാല ചെല്ലാത്ത? അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ ദേഷ്യം വന്നു തുടങ്ങി. അങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ഈശോ പറഞ്ഞു, ഈ ജപമാല കഴിയുമ്പോൾ പറയണം, അവളുടെ വീട്ടിൽ കാലിന് സുഖമില്ലാതിരിക്കുന്ന ആളെ ഞാൻ സുഖപ്പെടുത്താൻ പോവുകയാണ്, നസറായനായ യേശു. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നസറായ എന്ന് വിളിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ എടുത്തു പറഞ്ഞത്. നസറായനായ യേശു അവളുടെ വീട്ടിൽ കാലിന് സുഖമില്ലാതിരിക്കുന്ന ആളെ സുഖപ്പെടുത്താൻ പോവുകയാണെന്ന് പറയാൻ. ജപമാല കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, എന്നോട് ഈശോ ഇപ്പം തന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ ആരെ കാലിന് സുഖമില്ലാതിരിക്കുന്ന ആ ആളെ സുഖപ്പെടുത്താൻ കർത്താവ് നസറായനായ യേശു ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന്. ഇത് കേട്ട പാട് ആ സഹോദരി കരയാൻ തുടങ്ങി. അവരെന്നോട് പറഞ്ഞു, ചേച്ചി, ഞാൻ ഈ ജപമാല ചൊല്ലാതെ നിന്നത് എന്താണെന്നറിയോ? എനിക്ക് ഈ കർത്താവിന് വേണ്ട. എന്നെ ഇതുപോലെ തീറ്റിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് വേണ്ട. എന്നിട്ട് അവരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ഒരു വിറയലോടെയാണ് ഞാനത് ഓർക്കുക. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ചിന്തിച്ചത്. സംഭവം ഇങ്ങനെയാണ്. ഇവരൊരു ടീച്ചറാണ്. ഈ ടീച്ചറിൻ്റെ ഭർത്താവിന് ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് ജോലി അവൻ ഉപേക്ഷിച്ചു. എന്തിനാണെന്നറിയോ? മദ്യപിക്കാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഫുൾ ടൈം മദ്യപിക്കാൻ വേണ്ടി ഗവൺമെൻറ് ജോലി കളഞ്ഞ ഒരു ഭർത്താവ്. ഇവള് ജോലി ചെയ്ത് കൊണ്ടുവരുന്നു, അതിൽ നിന്നും പൈസ എടുത്ത് അവൻ കുടിക്കുന്നു. ഒറ്റ മോളെയുള്ളൂ, 13 വയസ്സുള്ളൊരു മകൾ. ഈ മകൾക്ക് കാലിന് മുട്ടിന് താഴെ സോറിയാസിസ് രോഗം വന്ന് കംപ്ലീറ്റ് പഴുത്തിരിക്കുക. ഈ വീട്ടിൽ മനസ്സിനൊരു സ്വസ്ഥതയില്ല ഈ ടീച്ചർക്ക്. അങ്ങനെ തലയ്ക്ക് കുത്തിപ്പിടിച്ച് ഇടിയും അടിയും ഒക്കെയാണ് മദ്യപിച്ച് വന്നാൽ. എന്നിട്ടോ ചോറും കറിയൊക്കെ വെച്ച് തിടുക്കത്തിൽ മകളുടെ കാല് ഡ്രസ്സ് ചെയ്തിട്ട് വേണം പോകാൻ. സ്കൂളിൽ പോകാൻ പറ്റാതെ കുറച്ച് പോകും, പിന്നെ കിടക്കും. ഈ കുട്ടി ബെഡിലല്ല കിടക്കുന്നത്, റബ്ബർ ഷീറ്റ് ഇട്ടിട്ട് അതിലൊരു റൂമിൽ കിടക്കുകയാണ്. ഈ കുട്ടിയുടെ കാലും ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ടീച്ചർ ജോലിക്ക് പോകാൻ. അവിടെ നിന്ന് പോയി വരുമ്പോൾ പച്ചക്കറി പലചരക്ക് ഒക്കെ വാങ്ങിയിട്ട് വേണം വരാൻ. വന്ന പാടെ മകൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം. കാലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണം അവളുടെ കിടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പന് ബോധമില്ലല്ലോ, ഫുൾ ടൈം മദ്യപാനിയല്ലേ. ജീവിതം മുഴുവൻ നിരാശപ്പെട്ട് കഴിയുക. ഈ സഹോദരി എന്നോട് പറയുക, എന്തിനാ ചേച്ചി ഇങ്ങനെ ഒരു ജീവിതം? ചേച്ചിക്കറിയോ? ചേച്ചി അപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ്, ഈശോ പറയുന്നുണ്ട് നമ്മുടെ ജീവിത പങ്കാളിയോട് ക്ഷമിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുന്നു. നമ്മുടെ ജീവിതം, അത് ജപമാലയുടെ ഇടയിൽ സന്ദേശം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ജീവിത പങ്കാളികളോട് ക്ഷമിച്ചാൽ നീ അത്ഭുതങ്ങൾ കാണുന്ന പറയണേ. ജോഷായുടെ പുസ്തകം 3:5 പറഞ്ഞില്ലേ, ഇന്ന് നിൻ്റെ ഹൃദയം വിശദീകരിച്ചാൽ നാളെ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ക്ഷമ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് സഹോദരങ്ങളെ. ഞാനങ്ങനെ പറഞ്ഞു, ജീവിത പങ്കാളിയോട് ക്ഷമിച്ചാൽ എന്ന് പറഞ്ഞ വശം എന്നൊരു നോട്ടാണ്, അയാളോട് ക്ഷമിക്കാനാണ്. അപ്പം ഞാൻ ഒന്നും മിണ്ടില്ല. അല്ല, ഞാൻ ക്ഷമിക്കാൻ കഴിയണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഡയലോഗ് മാറ്റി. ഞാൻ ക്ഷമിക്കാനല്ല, ക്ഷമിക്കാൻ കഴിയണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. അപ്പോൾ ഇവർ പറഞ്ഞു, ചേച്ചിക്കറിയോ, ഈ ദിവസങ്ങളിൽ എൻ്റെ കോളേജിൽ കുറച്ച് പരിപാടികൾ ഉണ്ടായതുകൊണ്ട് അതിലേക്ക് എന്നെ ചാർജ് ഇട്ടത് കൊണ്ട് ഞാൻ ആ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു 3 ദിവസമായിട്ട്. അതുകൊണ്ട് മോളുടെ കാല് ഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഭക്ഷണം കൊടുക്കും, വേഗം സ്കൂളിൽ വരും, അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വീട്ടിലേക്ക് വരും. പിന്നെ പണികളായതുകൊണ്ട് എനിക്ക് 3 ദിവസം ഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ സ്കൂളിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അടുത്ത ദിവസം എൻ്റെ മോളോട് പറഞ്ഞു, മോളെ ഞാൻ ഇന്ന് നേരത്തെ വരാൻ, കാലൊക്കെ ഡ്രസ്സ് ചെയ്യാം എന്ന് പറഞ്ഞു.
ആ സമയത്ത് ആ മകള് പറഞ്ഞു, മമ്മി എൻ്റെ കാലും ഒന്ന് നോക്കിയേ, എന്തോ ഒന്ന് അരിക്കണ പോലെ തോന്നുന്നുണ്ട്, ഈച്ച വന്നിരിക്കുന്നെന്ന് തോന്നുന്നുണ്ട്. ഈ സഹോദരി പറയാണ്, ചേച്ചി ഞാൻ എൻ്റെ മകളുടെ കാല് നോക്കിയപ്പോഴേ കംപ്ലീറ്റ് പുഴുക്കളരിക്കുകയാണ്, കംപ്ലീറ്റ് പുഴു അരിക്കുകയാണ്. ഞാൻ എൻ്റെ മകളുടെ കാല് നോക്കിയിട്ട് ദൈവമേ ഞാനിനി എന്ത് ചെയ്യും? ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ ശരീരത്തിൽ പുഴുക്കളരിക്കുന്നത് കാണുന്ന ഒരമ്മ, ഒന്നാന്തരം അതിൻ്റെ അപ്പൻ അവിടെയുണ്ട്, കുടിച്ച് പൂസായി കിടക്കുകയാണ്, ജോലി ഉപേക്ഷിച്ചിട്ടാണ് കുടിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലെ ഒരു വലിയ ഫലമാണ് ക്ഷമ എന്ന് തിയോളജിക്കലി ദൈവശാസ്ത്രപരമായി നമ്മൾ പ്രഘോഷിക്കും. നമ്മൾ ധ്യാനങ്ങൾ കേൾക്കും. ധ്യാന ഗുരുക്കന്മാരും ഞങ്ങളെപ്പോലെയുള്ള പ്രഘോഷകരും പറയും, ക്ഷമിക്കുവിൻ, പൊറുക്കുവിൻ, സഹിക്കുവിൻ എന്ന് പറയും. പക്ഷേ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ ക്ഷമിക്കുമോ? നിങ്ങൾ ക്ഷമിക്കുമോ? ആത്മാർത്ഥതയോടുകൂടെ മറുപടി പറയണം കേട്ടോ. ആത്മാർത്ഥതയോട് മറുപടി പറയണം. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. ഇതുപോലെയൊരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നിനക്കും എനിക്കും ഒരു അൽഫോൻസമ്മയാകാൻ കഴിയുമോ? എൻ്റെ മറുപടി ഞാൻ പറയാം, കഴിയില്ല. ഞാൻ പ്രതികരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ സഹോദരി എന്നോട് പറഞ്ഞു, പുഴുവരിക്കുന്ന എൻ്റെ മകളുടെ കാല് നോക്കിയിട്ട് ഞാൻ 5 മിനിറ്റ് മുകളിലേക്ക് നോക്കി. എന്തിനാണെന്നറിയോ? ഈ പുഴുക്കളെ എങ്ങനെ പുറത്തെടുക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചു. ഇവളെ കെയർ ചെയ്യുന്ന ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, ഞാൻ എന്ത് ചെയ്യും? പുഴുക്കളെ എങ്ങനെ എടുക്കും? അപ്പോൾ അവർ പറഞ്ഞു, കുറേശ്ശായിട്ട് എടുക്കാവൂ, എല്ലാ പുഴുക്കളെയും തോണ്ടിക്കളഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് ശരീരത്തിൽ നിന്ന്. പ്രിയ കൂട്ടുകാരെ, ക്ഷമിക്കാൻ പറ്റുമോ? അവരെന്നോട് പറഞ്ഞു, ചേച്ചി എന്താ പറഞ്ഞത്? എൻ്റെ ജീവിത പങ്കാളിയോട് ക്ഷമിക്കണമെന്നല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണെന്നല്ലേ? ഈ മനുഷ്യനോട് ഞാൻ ക്ഷമിക്കണം. എൻ്റെ മകളുടെ കാലുമെന്ന് പുഴുക്കളെ തോണ്ടിയെടുത്ത് അവസാനിപ്പിക്കാൻ ഒരാഴ്ച പിടിച്ചു. ഒരാഴ്ച. എന്നിട്ട് പറഞ്ഞു, ഞാനത് ഡ്രസ്സ് ചെയ്ത് പഴുത്ത ഈ വ്രണമായിരിക്കുന്ന കാല് ഞാൻ ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടാ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വന്നത്. പക്ഷേ അത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനൊന്നും അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. കാരണം നിങ്ങളൊക്കെ ഇതേ പറയുള്ളൂ, ക്ഷമിക്ക്, പൊറുക്ക്, സഹിക്കുക എന്നൊക്കെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, മടുത്തു ചേച്ചി, ജീവിതത്തിൽ ഒരിക്കലും മരിച്ചാലും ഞാൻ ആ മനുഷ്യനോട് പൊറുക്കില്ല എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്ത് മറുപടി പറയാം? ഞാൻ ഉള്ളിലിരുന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇതുപോലെയുള്ള നമ്മൾ പറയില്ലേ, കൂടം വെച്ച് കൊടുത്തിട്ട് നീ ക്ഷമിക്കാൻ പറയണത്? ഈശോയോട് ഞാൻ ഇതുപോലെയുള്ള കൂടം തലക്കിട്ടടിച്ചിട്ടാണ് നീ ക്ഷമിക്കാൻ പറയണത്? ഞാൻ കർത്താവിനോട് പറഞ്ഞു, എങ്ങനെ ക്ഷമിക്കാൻ പറ്റും കർത്താവേ? ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ക്ഷമ എങ്കിൽ നീ തന്നെ പരിശുദ്ധാത്മാവിനെ കൊടുക്ക്. ഞാനല്ലല്ലോ ദൈവം, നീ തന്നെ പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് അവർക്ക് ക്ഷമിക്കാനുള്ള കൃപ കൊടുക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു വചന പ്രഘോഷികയല്ലേ. ഞാൻ അവരോട് പറഞ്ഞു, സഹോദരി ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞപ്പോൾ അവരെൻ്റെ മുഖത്ത് നോക്കി. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ഈശോയോട് പറയാം, ഇയാളോടൊന്ന് ക്ഷമിക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നാലോ. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ഇയാളോടൊന്ന് ക്ഷമിക്കാൻ പറ്റണേ എന്നൊന്ന് പറയാൻ. ഞാൻ പറഞ്ഞു, ഈശോയോടൊന്ന് ചോദിച്ചു നോക്ക്, ദൈവമേ എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ല, ഇയാളോടൊന്ന് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നൊന്ന് പറയാനായിട്ട് പറ്റിയെങ്കിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവരോട് എന്ത് പറയാനാണ്? അങ്ങനെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ആങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ പോന്നു. എൻ്റെ വീട്ടിലെത്തിയിട്ട്
എനിക്ക് എൻ്റെ ആ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരാനായി ട്രെയിൻ പിടിച്ചൊരു 4 മണിക്കൂർ യാത്രയുണ്ട്. ഞാൻ ആ 4 മണിക്കൂർ യാത്ര കഴിഞ്ഞ് എൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പോകുന്ന 20-ാം മിനിറ്റിൽ തൊട്ട് ഈ സഹോദരിയുടെ ഫോണാണ് കിടക്കുന്നത്. ഫോൺ നമ്പറിൽ കിടക്കുകയാണ്. ഞാൻ ഇതിൽ എന്തിനായി ഇത്ര കാരണം അവർക്ക് എൻ്റെ ആങ്ങളയുടെ വീട്ടിൽ നിന്ന് 20 മിനിറ്റേ ഉള്ളൂ അവരുടെ വീട്ടിലേക്ക്. എനിക്ക് 4 മണിക്കൂർ ട്രെയിൻ പിടിച്ച് ഇങ്ങോട്ട് വരണം. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവരുടെ ഫോണാണ്. ഞാൻ ഇത് എന്ത് പറ്റിയാവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഫോൺ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു, ടീച്ചറെ എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഇങ്ങനെ ഫോൺ വിളിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ പൊന്ന് ചേച്ചി, ദൈവം ഇതുപോലെ അത്ഭുതം പ്രവർത്തിക്കുമോ? ഞാൻ എന്താ സംഭവിച്ചത്? ഞാൻ വിചാരിച്ച അയാൾ കുടിക്കാണ്ട് വന്നിട്ടുണ്ടാവും, നല്ല സ്നേഹമായിട്ടുണ്ടാവും, ഇങ്ങേർക്ക് ക്ഷമിക്കാനും പറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ. ഞാൻ എന്താ സംഭവിച്ചത്? അവർ പറയാണ്, ചേച്ചി എന്നോട് പറഞ്ഞില്ലേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ക്ഷമ, സ്നേഹം എന്നൊക്കെ. ആ ക്ഷമിച്ചാൽ നീ അത്ഭുതം കാണുമെന്ന് പറഞ്ഞില്ലേ. എനിക്ക് സത്യത്തിൽ ചേച്ചിയോട് പുച്ഛമായിരുന്നു. കാരണം ചേച്ചിയുടെ പോലുള്ളവർക്കൊക്കെ ഇങ്ങനെ പറയാനൊക്കെ വീമ്പടിക്കാൻ നല്ല എളുപ്പമാണ്. പക്ഷെ പച്ചയായ ജീവിതം വരുമ്പോഴുണ്ടല്ലോ എന്ന് അവരെന്നോട് പറഞ്ഞു. എന്നിട്ട് അവർ ഇറങ്ങിപ്പോയി, ദേഷ്യത്തിലാണ് പോയത്, പിന്നെ ക്ഷമിക്കാനായിട്ട് എന്നും പറഞ്ഞു. പക്ഷേ എന്തോ അവിടെ നിന്ന് പടിയിറങ്ങിയപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ദേഷ്യപ്പെട്ടിട്ടാ പരിശുദ്ധാത്മാവിനോട് ഈശോയോടും പറഞ്ഞത്, എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കണേ അവിടെ ഇരുന്നിട്ട്, എങ്ങനെ ക്ഷമിക്കാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവെ ആ മകൾക്കൊന്ന് ക്ഷമിക്കാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അവർ പോയപ്പോൾ. അപ്പോൾ അവർ പറയാണ്, അവിടെ നിന്ന് പടിയിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇയാളോടൊന്ന് ക്ഷമിക്കാൻ പറ്റിയെങ്കിൽ, അത്രയേ വിചാരിച്ചുള്ളൂ. എനിക്ക് എത്ര ശ്രമിച്ചിട്ടും പറ്റണില്ലല്ലോ ദൈവമേ, ഇയാളോടൊന്ന് ക്ഷമിക്കാൻ പറ്റിയെങ്കിലെന്ന്. എന്നിട്ട് ഇവളുടെ വീട്ടിലേക്ക് പോയി. ഈ ടീച്ചർ ഇവരുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി ഡോറ് ലോക്ക് ഇട്ടിട്ടാണ് പോവുക. കുട്ടീനെ പൂട്ടിയിട്ടാണ് പോവുക. ആ റൂമിട്ട് പൂട്ടിയിട്ടാണ് പോവുക. താക്കോൽ ടീച്ചറിൻ്റെ കയ്യിലാണ്. അങ്ങനെ വീട്ടിൽ കയറി റൂമിൽ കയറിയപ്പോൾ മോള് പറഞ്ഞു, അമ്മേ മമ്മി എന്നാണ് വിളിച്ചത്. മമ്മി എൻ്റെ കാല് നോക്കിയേ, എൻ്റെ കാലൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഇവർ മകളുടെ കാല് നോക്കിയപ്പോൾ ആ പഴുത്ത് വ്രണമായിട്ട് മുട്ടിന് താഴെ ഇരിക്കുന്ന ആ പോർഷൻ മുഴുവൻ കരിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ്. ഇവർ ഫോണിൻ്റെ അങ്ങേ തലയ്ക്ക് നിന്ന് കരയുക, ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മോളുടെ അസുഖം മാറി, അത് കംപ്ലീറ്റ് ഇത് കരിഞ്ഞിരിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭർത്താവിനോട് ക്ഷമിച്ചോ എന്ന്. അപ്പോഴവർ പറഞ്ഞു, ചേച്ചി ഞാൻ ക്ഷമിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഈ വരുന്ന വഴിയിൽ പരിശുദ്ധാത്മാവെ എനിക്ക് ക്ഷമിക്കാനൊന്ന് പറ്റിയെങ്കിൽ ഇയാളോട് എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുക. എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് നൽകും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. വചനത്തിൽ പറയുന്നു, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ ഞാൻ നൽകും. കർത്താവ് പറഞ്ഞ്, എൻ്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കിട്ടും. അപ്പോഴെല്ലാവരും പറയും, ഞങ്ങൾ ചോദിച്ചല്ലോ, ഇത് കിട്ടിയില്ലല്ലോ. കർത്താവ് പറഞ്ഞത് നീ എന്ത് ചോദിക്കണമെന്നാ? അതിൻ്റെ മറുപടിയാണ് പറഞ്ഞത്, നീ ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, വേറെ ഒന്നുമല്ല. പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. ഈ സഹോദരി പറയാണ്, ചേച്ചി ഞാൻ ആ മനുഷ്യനോട് ക്ഷമിച്ചിട്ടില്ല, ക്ഷമിക്കാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ വിഷമിച്ച് പറഞ്ഞേ ഉള്ളൂ. കർത്താവ് ഇത്രമാത്രം അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞല്ലോ എന്ന് ഞാനിവിടെ ഇത് പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പലവിധ വിഷമങ്ങളാൽ വേദനിച്ചിട്ടിരിക്കുന്നുണ്ടാകും. നിങ്ങളെ ഉറ്റവരുടയവരൊക്കെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും പല കാരണങ്ങളാൽ. അതുപോലെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ കേട്ടു, സ്വന്തം സഹോദരൻ്റെ കുഞ്ഞ് ചത്തുപോവാൻ വേണ്ടി കൂടോത്രം ചെയ്യുന്ന സഹോദരൻ. അങ്ങനെയുള്ള കുറേ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാകും.
എല്ലാവരും നിങ്ങളെ തരം താഴ്ത്തിയിട്ടുണ്ടാകും. ജീവിത പങ്കാളി ഒട്ടും മൈൻഡില്ലാതെ നടക്കുന്ന ഒരാളായിരിക്കും. വീട്ടിലാണെങ്കിൽ സ്വസ്ഥത തരാത്ത കുറേ മനുഷ്യക്കോലങ്ങളുണ്ട്. ക്ഷമിക്കാൻ പറ്റില്ല, നമുക്ക് ക്ഷമിക്കാൻ തീരെ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥിക്കുന്നത് എന്തും ഭൗതികമായതല്ല, ആത്മീയമായ കാര്യങ്ങളൊക്കെ കർത്താവ് നമുക്ക് നൽകും. പ്രിയ കൂട്ടുകാരെ, ഇവർ പറയുമായിരുന്നു, ചേച്ചി ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ഈ ഈശോ എന്ന ഒരു ദൈവമുണ്ടെന്ന്. കാരണം എൻ്റെ ജീവിതത്തിൽ ആ ദൈവം സങ്കടമല്ലാതെ ഒന്നും തന്നിട്ടില്ല. അങ്ങനെയാണ് ഇവിടെ ചിന്തിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ കരുണ എവിടേക്കാണ് ഒഴുകുക നമുക്കറിഞ്ഞുകൂടെ. പ്രിയ കൂട്ടുകാരെ, ക്ഷമ ദിവ്യ ഔഷധമാണ്. ക്ഷമിക്കാൻ കഴിഞ്ഞാൽ ഏകദേശം പൂർണ്ണരാകും എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കിയെടുക്കാം. എവിടെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ക്ഷമയും സ്നേഹവും ദയയുമൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ദയ, ക്ഷമ, സ്നേഹം, സംയമനം, ഇതെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളാണ്. പ്രിയ കൂട്ടുകാരെ, ഈ ഫലങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഒരു ഫലമാണ് ക്ഷമ എന്ന പുണ്യം. നമുക്ക് ഈ ദിവസങ്ങളിൽ ദിവസമോ എണ്ണമോ ഒന്നും കണക്കാക്കാതെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അതെല്ലാം നടന്നിരിക്കും. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം, യാചിച്ച് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, നിൻ്റെ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഫലങ്ങളെ കൊണ്ടാണ് നമ്മൾ നിറയേണ്ടത്. നമുക്കിന്ന് ശക്തമായി പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ഫലമാണ് ക്ഷമ. വേദനിപ്പിച്ചവരോട് മുഴുവൻ ക്ഷമിക്കാനുള്ള വലിയ കൃപ തരണമേ എന്ന് ഈ പെന്തക്കുസ്താ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഈശോ പരിശുദ്ധാത്മാവിനെ നൽകും. എപ്പോഴും പ്രാർത്ഥിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ റൂം അടച്ചിട്ട് ഒരു ഉത്തരവാദിത്തം ചെയ്യാതെയുള്ള പ്രാർത്ഥനയല്ല. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജോലിഭാരവും കൃപയായിട്ട് മാറ്റണം. നമ്മുടെ സഹനങ്ങളും രോഗപീഠകളും ഒരു തുള്ളി പോലും സഹനം നഷ്ടമാകാതെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും കാഴ്ചവെക്കണം. അനേകം പാപികളെ രക്ഷപ്പെടുത്തണം. അതിന് ക്ഷമ വേണം. അന്ത്യകാലം അടുത്തു എന്ന് പറഞ്ഞ് പല പുസ്തകങ്ങളിൽ സന്ദേശങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. ലോകം കീഴ്മേൽ മറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മളിൽ ക്ഷമ, സ്നേഹം, ദയ, നന്മ ഉണ്ടെങ്കിൽ നമ്മൾക്ക് രക്ഷ. അതുകൊണ്ട് ലോകാവസാനം, അന്ത്യാവസാനം, യുഗാന്ത്യം, പാപത്തിൻ്റെ അവസാനം എന്നൊക്കെ പറഞ്ഞ് പല സംഭവങ്ങളുണ്ടാകുമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ് വരപ്രസാദ അവസ്ഥയിലാണെങ്കിൽ ഒന്നുമേ പേടിക്കേണ്ട എന്നാണ് ഈശോ പറയുക. അപ്പോൾ ഈ അവസാന കാലഘട്ടത്തിലാണ് നമ്മളിന്ന് നമുക്കറിയാം. 2025 നിൽക്കുന്ന നമ്മൾ യുഗത്തിൻ്റെ അവസാന കാലത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ അവസാന കാലഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നീ 10 കൽപ്പനകൾ പാലിച്ച് വരപ്രസാദാവസ്ഥയിലായിരുന്നാൽ മതി. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കാം. പൂർണ്ണമായി ക്ഷമ നമുക്ക് കിട്ടും എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അത് ദൈവത്തിൻ്റെ ഹിതം പോലെ തരും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ ദ്രോഹിച്ചവരോട്, എന്നെ വഞ്ചിച്ചവരോട്, എന്നെ ഒറ്റപ്പെടുത്തിയവരോട് ക്ഷമിക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് പറ്റണില്ല കർത്താവേ, നീ ഒന്ന് എന്നെ സഹായിക്കണമേ.
പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ക്ഷമിക്കാനുള്ള വലിയ കൃപ ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പന്തക്കുസ്താ ദിനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച ഈ നൊവേന അവസാനിക്കും. ഞായറാഴ്ച ആത്മാവിൻ്റെ ആഗമനത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദ്രോഹിക്കുന്നവരെ പോലും ക്ഷമയോടെ കാണാനുള്ള വലിയ കൃപ നമ്മളിൽ വന്നു നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.